നമസ്കാരം. ചേഞ്ച് എന്ന നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൈജു കുര്യൻ. നമ്മളോടൊപ്പം നമ്മുടെ സുഹൃത്ത് പിന്നണിയിലുണ്ട്. നമസ്കാരം. നമസ്കാരം സാറേ. നമസ്കാരം സാറേ. ഇന്ന് നമ്മളൊരു പ്രത്യേക വിഷയമാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. അത് ചർച്ചയ്ക്ക് എടുക്കാവില്ലെന്ന് അറിയത്തില്ല, എങ്കിലും നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം അല്ലേ? അതെ. ഈ റിട്ടയർഡ് ആയ പോലീസ് ഉദ്യോഗസ്ഥര്, ചീഫ്, അതായത് സംസ്ഥാന ചീഫ് പോലീസ് ഉദ്യോഗസ്ഥര്, DGP റാങ്കിൽപ്പെട്ട, അതുപോലെ തന്നെ റിട്ടയർഡ് ആയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാര്, ഇവരൊക്കെ അതായത് കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാരൊക്കെ ഈ റിട്ടയർമെന്റിന് ശേഷം പ്രൊട്ടക്ട് ചെയ്ത് വിവിധ തസ്തികകളിലേക്ക് കൊണ്ടുവരുന്നു. അത് സമൂഹത്തിന് എന്ത് സന്ദേശം കൊടുക്കുന്നു? ശരിക്കും ഒരിക്കലും നടക്കരുതാത്ത ഒരു കാര്യം. ഇപ്പം നടക്കരുത് എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം കേരളത്തിലെ പഴയ ഗവർണറായിട്ടിരുന്ന P. സദാശിവം, അദ്ദേഹമൊക്കെ നല്ലൊരു ഗവർണറായിരുന്നു. സംസ്ഥാന സർക്കാരുകളുമായിട്ട് നല്ല സഹകരണത്തിൽ പോയത്. പക്ഷേ ജനങ്ങൾക്ക് ചിലപ്പോൾ ഒരു തെറ്റായ സന്ദേശം വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇവര് അധികാര പദവിയിൽ ഇരുന്ന ടൈമിൽ കേന്ദ്ര ഗവൺമെന്റിനോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്കോ അവർക്ക് ഫേവറബിൾ ആയ ചില കാര്യങ്ങൾ ചെയ്തതുകൊണ്ടല്ലേ അവർക്ക് ഈ അധികാര പദവികൾ കിട്ടിയത് എന്ന് ജനങ്ങൾ സംശയിച്ചാൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല. അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവരുടെ മനസ്സ് പാകപ്പെടുമെന്ന് ഒരു രീതി വരത്തില്ല സാറേ. ഉണ്ട്. ആൾക്കാർക്ക് അങ്ങനെ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം അല്ലെങ്കിൽ ഒരു ആ പദവിയിലിരുന്ന ആൾക്ക് പിന്നീട് എന്തിനാണ് ഈ ഗവർണർ പദവി കൊടുത്തത്? ഞാൻ സാറേ, ഞാൻ ഇടപെടുന്നതിനകത്ത് ക്ഷമിക്കണം. ഞാൻ ആൾക്കാരുടെ കാര്യമല്ല, ഈ ഉദ്യോഗത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ കാര്യം. ഇപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടിരിക്കുന്ന ആളിന്റെ എടുക്കൽ ആ ബെഞ്ചില് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ കേസുകളോ അല്ലെങ്കിൽ ആ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ കേസുകളൊക്കെ വരാം. അങ്ങനെ വരുമ്പോൾ ഇവര് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാരിനോ അല്ലെങ്കിൽ അവർ ലീഡ് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കോ അനുകൂലമായിട്ട് വിധി രേഖപ്പെടുത്തത്തില്ല എന്ന് ജനങ്ങളെ സംശയിച്ചാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? തെറ്റു പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ പല സുപ്രീം കോടതി ജഡ്ജിമാർ തന്നെ പലപ്പോഴും പറഞ്ഞ അഭിപ്രായങ്ങളുണ്ട്. ഒരിക്കലും നിവൃത്തിയുണ്ടെങ്കിൽ ഒരു സുപ്രീം കോടതി ജഡ്ജിമാർ ആരും തന്നെ പിന്നീട് ഗവർണർ സ്ഥാനത്തേക്കോ അതുപോലുള്ള സ്ഥാനങ്ങളിലേക്കോ നിയമിക്കപ്പെടരുത്. കാരണം അവര് അങ്ങനത്തെ ഒരു സ്ഥാനം ഏറ്റെടുക്കരുത് എന്ന് പലപ്പോഴും പല സുപ്രീം കോടതി ജഡ്ജിമാർ പോലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അന്നേരം ജനങ്ങൾക്ക് ആ സംശയം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫേവർ അവർ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് കൊണ്ടായിരിക്കണമല്ലോ ജഡ്ജിമാർ പോലും അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. നമ്മുടെ ഇന്ത്യ വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ്. സത്യത്തില് ഇന്ത്യയിൽ ജനിച്ചത് നമ്മളെല്ലാം അഭിമാനിക്കുന്നുണ്ട് അല്ലെ? അതെ. അപ്പൊ അങ്ങനെയുള്ള ഇന്ത്യയില് ഭരിക്കുന്നത് ആരും ആയിക്കോട്ടെ, സംസ്ഥാനങ്ങളിലോ കേന്ദ്രത്തിലോ ഭരിക്കുന്ന ആരും ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള തെറ്റായ സമീപനങ്ങൾ കൊണ്ടുവരരുത് എന്നല്ല നമുക്ക് പറയാനുള്ളത് അല്ലേ? അതെ, തീർച്ചയായും. കാരണം ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നമ്മുടെ മെട്രോയുടെ തലപ്പത്തിരിക്കുന്ന ലോക്നാഥ് ബെഹ്റ എന്ന പഴയ DGP, അങ്ങനെ ഒരാളെ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ സംസ്ഥാനത്ത് കഴിവുള്ള വളരെയധികം ആൾക്കാരുണ്ട്. നമ്മുടെ ഇപ്പം PSCയുടെ തന്നെ എത്രയോ ആൾക്കാർ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അഭ്യസ്തവിദ്യരായ എത്രയോ പേർ തൊഴിലില്ലാതെ നടക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നല്ല സാലറി മേടിച്ച് നല്ല പെൻഷനും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പിന്നെ ആ പൊസിഷനിൽ കൊണ്ടുപോയി ഇരുത്തേണ്ട ഒരു കാര്യമില്ല. അവിടെ നല്ല മാനേജറിയൽ സ്കില്ലുള്ള ആൾക്കാരാണ് ആ തലപ്പത്ത് വരേണ്ടിയിരിക്കുന്നത്. സാർ ഇപ്പം പറഞ്ഞത് നല്ലതാണ്. ഇപ്പോഴാണ് നമ്മുടെ മുൻ DGP ലോക്നാഥ് ബെഹ്റ സാറിന്റെ കാര്യം നമ്മൾ മനസ്സിലോർക്കണം. ഞാനത് ഓർത്തില്ലായിരുന്നു, പക്ഷെ അത് പറഞ്ഞത് ശരിയാണ്. ഒരുപാട് എഞ്ചിനീയറിംഗ് വൈഭവമുള്ള, അതുപോലെ തന്നെ റെയിലിനെ പറ്റി അറിയാവുന്ന ഒരുപാട് വൈഭവമുള്ള ആൾക്കാരെ അല്ലേ ആ സ്ഥാനത്ത് കൊണ്ടിരുന്നത്? അതെ, അങ്ങനത്തെ കഴിവുള്ളവര്, അതുപോലെ തന്നെ നല്ല മാനേജറിയൽ സ്കില്ല്. ഇപ്പൊ MBA കഴിഞ്ഞവർ, MBA കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. അവരെ ഇപ്പം നമ്മുടെ സിയാൽ എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനി രക്ഷപ്പെടുന്നത് VJ കുര്യൻ എന്ന സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥന്റെ കഴിവുകൊണ്ടാണ്. അതുപോലത്തെ കാലിബറായിട്ടുള്ള ആൾക്കാരെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തണം. എങ്കിൽ മാത്രമേ നമ്മുടെ സംസ്ഥാനത്തെ ഇങ്ങനത്തെ സംവിധാനങ്ങൾ നല്ല വിജയത്തിലേക്ക് വരത്തുള്ളൂ. അതേസമയത്ത് നമ്മൾ ഈ റിട്ടയർ ആയ ആൾക്കാരെ എല്ലാം കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിച്ച്, കാരണം അവരെ ഓൾറെഡി അവരെ കൊണ്ട് യൂട്ടിലൈസ് ചെയ്യാവുന്ന കഴിവുകൾ മൊത്തം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞ് അവർ വിശ്രമിക്കേണ്ട ടൈമിൽ അവരെ കൊണ്ടൊന്ന് തലപ്പത്തിരുത്തിയാൽ അവർക്ക് കറക്റ്റായിട്ട് ഒരു എന്താണ് അവിടെ ചെയ്യേണ്ടതെന്ന് ചിലപ്പോൾ കൃത്യമായി ചിന്തിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ നല്ല കഴിവുള്ള
നമ്മുടെ ഉദ്യോഗാർത്ഥികളെ ചെറുപ്പക്കാരല്ല, എക്സ്പീരിയൻസ് ഉള്ള കഴിവുള്ള ആൾക്കാരെ ആ സ്ഥാനത്ത് കൊണ്ടുവരണം. അല്ലാതെ റിട്ടയറായ ജഡ്ജിമാരെ അല്ലെങ്കിൽ ഇതുപോലെ സർക്കാരിൽ നിന്ന് ഉന്നത സ്ഥാനത്തിരുന്ന് വളരെ വലിയ പെൻഷനും മേടിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ടുവരാതെ കഴിവുള്ള യുവത്വത്തെ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവിയിൽ സുരക്ഷിതമാക്കി നല്ല വിജയത്തോടെ മുന്നോട്ട് പോകാൻ നമ്മുടെ സംസ്ഥാനത്ത് കഴിയട്ടെ. നമ്മുടെ അധികാരികൾ അതിനുവേണ്ടിയായിരിക്കണം നിലനിൽക്കുന്ന. അങ്ങനത്തെ ഒരു നല്ല ബോധത്തോടു കൂടി നമ്മുടെ അധികാരികൾ പെരുമാറട്ടെ. അതായിരിക്കണം നമ്മുടെ അധികാരികൾ നമ്മുടെ സമൂഹത്തിൽ നൽകുന്ന സന്ദേശം. ഏവർക്കും നമസ്കാരം.